ஹாய் வணக்கம் மக்களே, எப்படி சௌக்கியம்? தாய்மொழி தமிഴുக்கும் തന്തൈ മൊഴി മലയാളത്തിനും വണക്കം. അങ്ങനെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, എല്ലാവരും സ്വസ്ഥമായല്ലേ? എല്ലാവരും സ്വസ്ഥമായിരിക്കുകയാണ്. ഇനി നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നൊരു സമയമാണ്. ആര് ജയിക്കും, ഞാൻ ജയിക്കുമോ, ആര് ജയിക്കും എന്നങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഇന്ന് വോട്ടിടാൻ പോയപ്പോൾ ഒരു വീട്ടമ്മ പറയുന്നൊരു കാര്യം ശ്രദ്ധയപ്പെട്ടു. നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി അദ്ദേഹം ഒരു വാർത്ത പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ അത് നടക്കും, അത് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2000 രൂപ പെൻഷനാക്കും എന്ന് പറഞ്ഞു. പെൻഷനാക്കി, പെൻഷൻ കൊടുത്തു തുടങ്ങിയല്ലോ. അതുപോലെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് 1000 രൂപ ധനസഹായം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ലഭിക്കും. നിങ്ങളാരും വിഷമിക്കേണ്ട. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ആരും അതിനെക്കുറിച്ച് അത് കിട്ടില്ലെന്നൊന്നും പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കില്ല. നിങ്ങൾക്കത് കറക്റ്റായി ലഭിക്കും. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഏതാണ്ടെല്ലാം നടന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ചില തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ട്. അത് ഏത് പാർട്ടി ഭരിച്ചാലും അങ്ങനെ വരും. അപ്പം നിങ്ങൾ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് 1000 രൂപ കിട്ടും എന്ന് പറഞ്ഞതിന് ഏതൊരു മാറ്റവും ഇല്ല. അത് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ സന്തോഷമായിരിക്കുക. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം കാത്തിരിക്കുകയാണ് വോട്ടും എണ്ണുന്ന ദിവസത്തിന് വേണ്ടി. ആ ദിവസം ആകുമ്പോൾ ഭാഗ്യമുള്ളവർ എല്ലാവരും വിജയിക്കും. ഇല്ലാത്തവർക്ക് ഇനിയും ചാൻസുകൾ വരും. കാത്തിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ ആരും ദുഃഖിക്കണ്ട, എല്ലാവരും സന്തോഷമായിരിക്കുക. താങ്ക് യു. വീണ്ടും സന്ധിപ്പോ മക്കളെ, വണക്കം.